സോ അങ്ങനെ നമ്മൾ In this video, you are going to see our unplanned HRTC bus trip to the beautiful mountain town, Kasol. This is Sharu and Saju, 2 cups. മണാലി ബസ് സ്റ്റാൻഡിൽ നേരെ കുളു പോവാണ്. അവിടുന്ന് നേരെ നമ്മൾ കസോളിക്ക് പോകും. വോൾവോ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പോൾ അത്യാവശ്യം ബസ് ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 മലയാളീസ് വന്നിട്ടുണ്ട്. അവരും കസോളിക്കാണ്. നമ്മളപ്പോൾ അവിടുന്ന് പോയി കുളുവിലെത്തിയിട്ട് അവിടുന്ന് വേറെ ബസ് കയറിയിട്ട് കസോള പോകണം. അപ്പോൾ നമ്മളങ്ങനെ കുള്ളു ബസ് സ്റ്റാൻഡിലെത്തി. ആക്ച്വലി കുള്ളു എന്നാട്ടോ പറയുക. നമ്മൾ നോർമലി കുളു മണാലിക്ക് വന്നിട്ട് കുളു എന്നാണ് പറയുക. ഇനി കസോളിക്കുള്ള ബസ് എവിടെയാണെന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് കേട്ടോ കസോൾ പോകുന്നത്. നമ്മളിത് ഒരു ഷോപ്പിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഈ ബ്ലൂ ബസ്സാണെന്ന്. അപ്പോൾ ഇനി ഇത് എത്ര മണിക്കാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു 1:30-ക്കാണെന്ന്. അപ്പോൾ എന്തായാലും നമ്മളതിൽ കയറി ഇരുന്നിട്ടുണ്ട്. സോ ഇനി അപ്പോൾ കസോൾ എങ്ങനെയാവുന്നൊന്നും അറിയില്ല. എന്തായാലും പോയേക്കാം. ഷാരു ദേ ഇവിടെ എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. കഴിക്ക്. വൺ 30 ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ബസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കയറുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ? ചോദിച്ചപ്പോൾ 1:30-2 മണി എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ കയറി. അപ്പോൾ ആരും ഉണ്ടായില്ല ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ വേഗം കയറിയിരുന്നു. ഇപ്പോഴേ മൊത്തം ഫില്ലായി. പെട്ടെന്ന് ഫില്ലായി. 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഫില്ലായി. ടിക്കറ്റ് എടുത്തു. ഇത് ആക്ച്വലി HRTC ആണ് കേട്ടോ. ഇതിൽ ഒരാൾക്ക് വരുന്നത് 114 രൂപയാണ് കുള്ളൂന്ന് കസോളിലോട്ട്. നല്ല ബ്ലോക്കാണ് കേട്ടോ. ഇത് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഭയങ്കര ബ്ലോക്ക്. ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവറായിട്ട് നമ്മളിവിടെ നിൽക്കുക. ഇപ്പോൾ മൂവി തുടങ്ങി. ഒരാളിത് ഉറങ്ങി. 15 മിനിറ്റിൽ ബ്ലോക്ക് മാറിയാൽ നമ്മളവിടെ എത്തും. 6:45 തിരിച്ച് ഇങ്ങോട്ട് ബസ്സല്ലേ. പുള്ളി ചോദിക്കാൻ നിങ്ങൾ ഇന്നലെ തിരിച്ചു വരാനാണ് പക്ഷേ പിന്നെ എന്തിനതിൽ കയറിയെന്നൊക്കെ. പക്ഷെ അടിപൊളി മനുഷ്യ കേട്ടോ. കാര്യങ്ങളൊക്കെ നേരെ പറഞ്ഞു തരുന്നുണ്ട്. 1 आवर से ज़्यादा मिलेगा घूमने के लिए वहाँ टाइम. 1 മണിക്കൂർ ഓ पहुँच जाएंगे 15 मिनट में पहुँच जाएंगे. അപ്പം നമുക്ക് 1 മണിക്കൂറാണ് ഇവിടെ കറങ്ങാൻ കിട്ടുള്ളൂ. ഹിന്ദിനെ हिंदी അറിയില്ലേ? അതെനിക്ക് മനസ്സിലായി. भैया उधर स्टे करने के लिए मिलेगा, स्टे मिलेगा उधर हर जगह मिलेगा. बाकी ये वीकेंड है ना, वो तो ज़्यादा रेट है. मिलेगा कुछ नहीं है मिलेगा. കിട്ടും. और टाउन और गाँव से मिलेगा. क्या बोला? गाँव में मिलेगा. गाँव तो इस रिवर क्रॉस करके है ना पल्ली से. हाँ तो मिल जाएगा वहाँ पे. उधर से मिलेगा. मतलब मार्केट में मिल जाएगा. पूछना पड़ेगा ना आपको. റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രാമമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വില്ലേജിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റേ കിട്ടാം. അപ്പോൾ എന്ത് ചെയ്യും? കിട്ടും. സ്റ്റേസ് ഉണ്ട്, അവൈലബിൾ ആയിരിക്കുന്ന പറയാം. അപ്പോൾ എന്തായാലും സ്റ്റേസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കസോൾ എത്തി. കാണോ? ഇത് സട എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ചുറ്റും മലയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കംപ്ലീറ്റ് മല. ഇവിടെ ശരിക്കും നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ വേറെ ഫീലായിരിക്കും. റോഡ് രക്ഷയില്ല കേട്ടോ. ചാടിച്ചാടിയിട്ടാണ് പോണേ. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങാൻ പോവാണ്. സോ അങ്ങനെ നമ്മൾ മണാലിയിലെത്തിയെന്ന്. സോ ഫൈനലി we reached Kasol. സംഗതിയൊക്കെ അടിപൊളിയാണ്. ദേ അവിടെ മഞ്ഞുമല കാണുന്നു. ചെറുതായിട്ട് മഞ്ഞൊക്കെ കുറവാ. വലിയ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിനക്കോ? അങ്ങനെ തണുപ്പില്ല. മണാലിത്തെ തണുപ്പ് ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഇറങ്ങിയില്ലേ നമ്മള്?
അത്യാവശ്യം ഇറങ്ങി. പിന്നെ അതെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഫുഡ് ഐറ്റംസ് ഇതേ അവിടെ ഉണ്ട്. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്നാ നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. കിത്തനെ 50 സ്മോൾ. ഇത് ഓഫ് ടു കസോൾ ബൈക്കിൻ്റെ അപ്പോൾ നമ്മൾ കസോളിൻ്റെ തെരുവ് വീടുകളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ പാർക്കുണ്ട്, ടിക്കറ്റ് ഉണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കസോൾ വരുവാണെങ്കിൽ 1 day സ്റ്റേ എടുത്ത് വരിക കേട്ടോ. കാരണം നമ്മൾ ആക്ച്വലി മണാലിയിൽ നിന്ന് 11:30 കയറിയതാണ്. അപ്പോൾ കുള്ളു എത്തിയത് ഒരു 1 o'clock-നാണ്. അവിടുന്ന് പിന്നെ ഒരു 3 hours, more than 3 hours എടുത്തിട്ടുണ്ട്. കാരണം റോഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 5 ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് നോക്കട്ടെ, പറ്റുമെങ്കിൽ സ്റ്റേ എടുക്കണം, ഉറപ്പില്ല. അല്ലെങ്കിൽ നേരെ നമ്മൾ റിട്ടേൺ ബസ്സിൽ നേരെ പോകും. 6:40 ഇവിടെ എത്തുന്നാണ് പറഞ്ഞത്. ആ ജംഗ്ഷനിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ കഴിക്കണം, ഭയങ്കര വിശപ്പുണ്ട്. എന്നാൽ വിടാ. കസോളിൽ നേച്ചർ പാർക്കിൽ കയറുകയാണ്. അവിടെ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 30 rupees ആട്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് താഴെ റിവറൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ ലിമിറ്റഡ് ടൈം ആവുകൊണ്ട് കുറച്ച് റഷാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തൊട്ടടുത്ത് കണ്ടത് ഇതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ പാർവതി വാലി ഉണ്ട്. പക്ഷെ പാർവതി വാലി പോകാനുള്ള ടൈം ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ അത് കണ്ട് പോകാനുള്ള ഗ്യാപ്പ് കിട്ടുമോ സംശയം. ഐ ലവ് കസോൾ. ഇത് ശരിക്കും നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നതാട്ടോ ഈ ഒരു പാർക്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റിവർ സൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിരിക്കാനാണ് പ്ലാൻ. പിന്നെ ഇവിടെ ഇതൊക്കെ പിള്ളേർക്ക്. അപ്പോൾ നമുക്ക് അവിടെ പോയിരിക്കാനാണ് പ്ലാൻ. ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അയ്യോ ഷാരു എവിടെ? ഷാരു എവിടെ? പുള്ളിക്കാരത്തി റീലിലെടുത്തോണ്ടിരിക്കുക. എന്ത് ഭംഗി അറിയോ ഇവിടെ കാണാൻ. ഇവിടുത്തെ ലൈറ്റിംഗ് തന്നെ വേറെ ലെവലല്ലേ. കസോളിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ നേച്ചർ പാർക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പാർവതി റിവർ പോകുന്നുണ്ട്, അത് കാണുന്നത്. പിന്നെ ഈ നേച്ചർ പാർക്കിന് ഓപ്പോസിറ്റ് പാർവതി വാലിയുടെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും നമുക്ക് റിവർ കാണാൻ പറ്റും. പിന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഇവിടുത്തെ സ്ട്രീറ്റ് കഫേ. ഇവിടെ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ട് പാർട്ടി കഫേ മോഡാണ്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് റിവർ വരുന്നത്. അയ്യോ, അപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റില്ലേ? ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. എങ്ങനെയാ? ഇല്ലില്ല, അതിറങ്ങാനൊന്നും പറ്റില്ല. ഇത് മുറിഞ്ഞു പോയതാണോ? വഴി ഇടിഞ്ഞു പോയതാട്ടോ. ഓക്കെ. നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതെ ഇവിടെ ഇറങ്ങാല്ലേ. ഇതിൽ കൂടെ ഇറങ്ങാൻ തോന്നുന്നു. അപ്പം അങ്ങോട്ട് പോയേക്കാം. എന്നാൽ അങ്ങോട്ട് പോയി നോക്കിയാലോ? അവിടെ എന്താ കാണാനുള്ള നോക്കാം. എനിക്ക് ആ വെള്ളത്തിലൊന്ന് തൊട്ടാ കൊള്ളാന്നുണ്ട്. മെല്ലെ. ക്ലൈമറ്റ് നല്ല രസമുണ്ട്. ഹെവി തണുപ്പൊന്നുമില്ല, പക്ഷേ ചെറിയൊരു തണുപ്പ്. അയ്യോ, ഇവിടെ ഇറങ്ങിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല. യെസ്, അത് കൂടെ അങ്ങോട്ട് പോവാം. എൻ്റെ ആ തൂക്കുപാലൊക്കെ നല്ല തൂക്കുപാലല്ല, ഒരു ഇരുമ്പ് പാലൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന്. കാരണം അയ്യോ അത് വേറെ റൂട്ടാണോ? I don't think so. ഇല്ല തോന്നുന്നു. കാരണം ഇതും അങ്ങോട്ടല്ലേ എത്തുക. റിവർ ടച്ച് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് പോകണം. അതെ, യെസ്. ഇവിടെയും പറ്റില്ല. കണ്ടോ?
എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. അതിൽ കൂടെ പോണ്ടേ? ആ ഇത് അവിടെ ആൾക്കാർ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിൽ കൂടെ പോവാം. നമുക്കിന്ന് അങ്ങനെ അങ്ങോട്ട് പോവാം അല്ലേ? നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണ്ടല്ലോ. നമുക്ക് ആകെ കുറച്ച് ടൈമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ രസമുണ്ട് കേട്ടോ, ഇവിടെ റിലാക്സ് ചെയ്തിരിക്കണം. കണ്ടോ ഈ ഒരു പൈൻ ഫോറസ്റ്റിന് താഴെ ഇങ്ങനെ നടക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. കൈയൊക്കെ ഇതേ ചെറുതായിട്ട് മരവിക്കാൻ തുടങ്ങി. വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഇത്രയും തണുപ്പ് അറിഞ്ഞായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ കുറച്ച് തണുപ്പ് കൂടി വരുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മളത് ഗ്ലൗവും എല്ലാം ഉണ്ട്. ഞാൻ ഓൾറെഡി ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഷാരുവിൻ്റെ ജാക്കറ്റ് ബാഗിലുണ്ട്. ബസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു. ഇത് ഒറിജിനലല്ലേ? ആണേ. ഓ നല്ല ഭംഗി, വെട്ടി നോക്ക്, നല്ല ഭംഗിയുണ്ട്. വെറ്റിലിപ്പോൾ എന്താ പ്ലക്ക് ചെയ്യാൻ? ഇത് ക്ലോസ് ചെയ്തോ? ഇല്ല, ഇത് മെയിൻ ഗേറ്റാ, നമുക്ക് അത് കൂടെ. ആ പിന്നെ ഇത് 5:30 വരെ ഉള്ളൂ കേട്ടോ. അതായത് മോർണിംഗ് 8 മുതൽ 5:30 വരെ. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുന്നു എന്നുള്ളൂ. ശരിക്കും അവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇരിക്കണമെങ്കിൽ ഒരു half an hour ഇരിക്കാം. നമുക്കെന്താ വെച്ചാൽ ഉള്ള സമയം കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്നവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വിചാരിച്ചിട്ട് ഇരുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഈ സാധനം. ഇത് ഷാരുവിനെ കെട്ടണമെന്നുണ്ട്. ഇവരൊക്കെ ഇരിക്കുന്നുണ്ടോ? ഷാരുവിനെ കെട്ടണമെന്നുണ്ട്, പക്ഷെ ടൈമില്ല. അല്ലെങ്കിൽ കെട്ടായിരുന്നത് അല്ലേ? Beach view ല് കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. ആ ഗോവയിൽ പോയപ്പോൾ രക്ഷയില്ല. മൗണ്ടൻസ്. We are from Kochi, Kerala. Kerala. Ah. Okay. You're YouTuber. Yes. What's your channel name? 2 cups. Two Number 2 CUPZ. Acha. Your name? Sparsh Chauhan. What's your name? Saju. Okay. Ah. Enjoy, bro. Enjoy. Thank you. Bye bye. Okay. ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസ് കേട്ടോ. Vibe മനസ്സിലായി. വൈബ് മനുഷ്യന്മാർ ഭയങ്കര ഫ്രണ്ട്ലി, അടിപൊളി ആൾക്കാർ. ഇത് കൂടെയാ? കൂടെ പോവാല്ലേ? ഇത് കൂടെ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് Market road. മാർക്കറ്റ് റോഡ്. ഇത് ഇവിടുന്നൊക്കെ കട്ടിങ് ഉണ്ട്, ഇങ്ങോട്ട് വഴിയുണ്ട്. Tonight live music. ടുനൈറ്റ് Live music. ലൈവ് മ്യൂസിക് കാര്യങ്ങൾ. നമ്മൾ മോൾ റോഡിൽ കണ്ട കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന കഫേസ് ആണ്. കാം ആൻഡ് ക്വയറ്റാണ്. പിന്നെ കുറച്ചും കൂടെ ഫീൽ ഉണ്ട് ഇവിടെ. റഷുണ്ട്. ഇത് കുറേ കഫേ ഉണ്ടോ? നമ്മളിതേ ആ ഒരു പാർക്കിലായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അവിടുത്തെ ആൾക്കാർ തീയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ മൊത്തം ഇവിടെ ഒരു പാർട്ടി മൂഡാണ് കേട്ടോ. ഒരു എന്താ പറയുക, എന്നാൽ കുറച്ച് നേച്ചറിനോട് ചേർന്ന് നിന്ന് ഒരു ഫീലുമാണ്. ഈ കാർ ഇത് കൂടെ കയറ്റാൻ പോകണം. ഈ ബ്രിഡ്ജിൽ കൂടെ കാർ ഇത് കൂടെ കയറ്റാൻ പോകണു. മനുഷ്യന്മാർ അതാ പുതിയതിട്ട കോൺക്രീറ്റാ, പക്ഷെ അവരത് കൂടെ എടുത്തു കൊണ്ടുപോകുക. അവർക്ക് അങ്ങോട്ടാ തോന്നുന്നു അവരുടെ വീട്. അവർ ദേ പോകുന്നു. ഒരു കാറല്ലേ പോയത്. അപ്പോൾ നമ്മളങ്ങനെ ദേ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ടെത്തി. ഭയങ്കര ഭംഗി ഇവിടുന്ന് കാണാൻ. എന്തായാലും ഇവിടെ ഒന്ന് കാണണം. മാർക്കറ്റ് റോഡിന്റെ ഉള്ളിൽ കൂടെ വന്നാൽ ഇവിടേക്ക് എത്താം. ഇതേ മൗണ്ടൻസ് ഒക്കെ നോക്കിയേ, കുറച്ച് ഫോഗൊക്കെ വന്ന് കുറച്ച് ബ്ലറി ആയി. നമ്മൾ ഈ ചിത്രമൊക്കെ വരയ്ക്കില്ലേ, അതുപോലെ ഉണ്ട്. ഭയങ്കര ഭംഗി, ഭയങ്കര ഇഷ്ടമായി. സീനിക് എന്നൊക്കെ പറഞ്ഞത്. പേടിക്കണ്ട, വാ, ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിടിച്ചിങ്ങനെ കറക്റ്റ് നോക്കി എൻ്റെ പിന്നാലെ വാ. എന്നെ വേണി പിടിച്ചോ. കുറച്ച് സീനാണ് ഗൈസ്. കാര്യം എനിക്കോ? ചെറുതായി അന്ന് വേണ്ട കാലുള്ളൂ, അതൊക്കെ പറ്റും. ഇവിടെ ഒരു ഗുഹയുണ്ടേ, ഗുഹയല്ല, ഒരു ഹോളുണ്ട്. ഇവിടെ കുറച്ച് റിസ്ക്കിയാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. So finally we reached. എത്തി. ഇനി എനിക്ക് വെള്ളത്തിലൊന്ന് തൊടണം. നീ ഇല്ല? നീ തൊട്ടോ? ഞാൻ തൊട്ടെ. നീ തൊട്ടോ. പിന്നെ ഇവിടെ ഇതുവരെ റിവറിൽ വന്നിട്ട് തൊട്ടിട്ടില്ല. മെല്ലെ ജസ്റ്റ് തൊട്ടോ.
തണുപ്പ് ചെറുതായിട്ടേ ഉള്ളൂ. ആ കുഴപ്പമില്ല. ആ ചെറിയ തണുപ്പല്ലേ ഉള്ളൂ. ഓ അവിടേക്ക് എന്ത് ഭംഗിയാ നോക്കൊരു വേറൊരു ഒരു ടർക്കിഷ് ഗ്രീൻ അല്ലേ ഇത്? Must visit. പോവാം. ഗൈസ് നമ്മുടെ ബസ് ഇതേ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് മണാലി. വാ വാ വാ. അയ്യോ മണാലി कुल्लू मनाली तो लिखा हुआ है. കുള്ളു അടാ പോവോ? ആ ബസ് ഇതിലൂടെ ആ അതറിയില്ല നോക്കാം. അപ്പം ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറി. ഇത് മുന്തർന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണത്. അപ്പോൾ നമ്മൾ മണാലി ചോദിച്ചപ്പോൾ അവർ 200 പറയുന്നുണ്ട്. അപ്പോൾ അത് മണാലിക്ക് ഡയറക്റ്റ് ആണോ അതോ ഡയറക്റ്റ് മണാലിക്കാണോ അതോ ഇങ്ങോട്ടൊന്നും അറിയില്ല. ഇവരും മണാലിയിലോട്ടാണ്. അപ്പോൾ ഇവരും മണാലി എന്ന് പറഞ്ഞപ്പോൾ കയറി 200 പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കാം അല്ലേ. ഫുൾ ഓഫ് സർപ്രൈസ്. ഞങ്ങൾക്കും അറിയില്ല. ചിലപ്പോൾ ഇനി ഇവർ മുന്തറ ഇറങ്ങിയിട്ട് അവിടുന്ന് നെക്സ്റ്റ് മണാലി ബസ് കയറാൻ പറയുമോ എന്തോ അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് മണാലി ബസ് പിടിക്കാം. റൈഡ് കയറുന്ന പോലെ ഉണ്ട്. അതെ. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ ഇത് ഡയറക്റ്റ് മണാലിയിലോട്ടല്ല. എന്താ സ്ഥലത്തിൻ്റെ പേര്? ബുന്ദർ ഇറങ്ങിയിട്ട് അവിടുന്ന് മണാലി ബസ് പുറകെ വരുന്നുണ്ട്. അതായത് നമ്മളടുത്ത് പോകുമ്പോൾ 6 മണിക്കൊരു ബസ് ഉണ്ട് പറഞ്ഞു. ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചാടി കയറി ഇത് മണാലിക്കാണോ വെച്ചിട്ട്. ആ അപ്പോൾ ഇനിയിപ്പോൾ ഡീസൽ അടിക്കാൻ കയറിയേക്കുക. കണ്ടോ ഇവിടെ പെട്ടെന്ന് എത്തി. മൊത്തം അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. പിന്നെ ഇരുട്ടായത് കാരണം പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് പേടിക്കേണ്ടി വന്നില്ല. ഭയങ്കര സൗണ്ടും കുലുങ്ങി മറിഞ്ഞു. പക്ഷെ രസമായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് ബുന്ദറിൽ ഇറങ്ങണം. എന്നിട്ട് അവിടുന്ന് മണാലി ബസ് ഉണ്ടാവുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഫുഡ് ഭയങ്കര വിശപ്പുണ്ട്. നമ്മൾ രാവിലെ കഴിച്ചതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോഫി മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ഇടയിൽ ബിസ്ക്കറ്റ് കഴിച്ചു. 2 ബിസ്ക്കറ്റ്, 1 ബിസ്ക്കറ്റ്. അന്ന് എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി മുന്തറിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം മണാലി പോകാൻ. ഇതൊക്കെ സൗകര്യം പോലെ. അവിടെ മണാലി ബസ് നിൽക്കുന്നുണ്ട്. വേഗം കയറിക്കൊന്നു. അപ്പോൾ അതിൽ കയറിയിട്ട് മണാലി തെയ്യൻ്റെ പിന്നെ മണാലിക്ക് ഇവിടുന്ന് ഇനിയൊരു 2 hours മീതെ ഉണ്ടാവില്ലേ? ഇവിടുന്ന് കുള്ളൂരിലോട്ട് ഇനി ഒരു 15-20 കിലോമീറ്റേഴ്സ്. അത് കുള്ളൂക്ക് ബുന്ദർന്നല്ലല്ലോ. ഇവിടുന്ന് കുള്ളൂരിലോട്ട്, അതായത് ബുന്ദർന്ന് കുള്ളൂരിലോട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്റേഴ്സ് എങ്ങാണ്ടുണ്ട്. അതെന്തായാലും ഒരു മോർ ദാൻ ഹാഫ് ആൻ അവർ എടുക്കും. അവിടുന്ന് പിന്നെ കുള്ളൂന്ന് മണാലിയിലോട്ടാണ് 1.5 hours. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും മോൾ റോഡ് മൊത്തം ക്ലോസ്ഡ് ആയി കാണും. ഫുഡ് ഉണ്ടാവില്ല. നോക്കാം എന്തായാലും. മാക്സിമം നമുക്കിവിടെ ഇറങ്ങിയിട്ട് അപ്പം ഞങ്ങൾ അത് കഴിച്ചു. പക്ഷെ നല്ല വിശപ്പുണ്ട്. എന്തായാലും നോക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഗായ്സ് ഞങ്ങൾ എവിടെ എത്തി? മണാലി മോൾ റോഡിലെത്തി. അവിടുന്ന് ബുന്ദർന്ന് വന്ന സ്ഥലത്തുനിന്ന് വേറെ ഒരു ബസ് വന്നു മണാലിയിലോട്ടുള്ളത്. അതിൽ കയറി. അതിലും കടപട ഹൈവേ ആണെങ്കിലും ചാടിച്ചിട്ട് അവർക്ക് കൊണ്ടുപോകാറുള്ളൂ. പക്ഷെ രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയായി. ഇപ്പോൾ ഞങ്ങളിത് മോൾ റോഡിൽ വന്ന് നല്ല സ്ഥിരം സ്പോട്ടായിട്ടുള്ളവിടുന്ന് മട്ടൻ സൂപ്പ് കുടിക്കുന്നു. അയ്യാ നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ മോർണിംഗ് ആ ഒരു പറാത്ത കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ശരിയാ ഒന്നും കഴിച്ചിട്ടില്ല. കംപ്ലീറ്റ് റൈഡായിരുന്നു. എനിവേ അടിപൊളിയായിരുന്നു. സോ ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. വേഗം കഴിക്കട്ടെ. സൂപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചൗമീൻ, മട്ടൻ നൂഡിൽസ്, മട്ടൻ ചൗമീൻ, വെജ് ഫ്രൈഡ് റൈസ്, മട്ടൻ സൂപ്പ്. ഓക്കെ. അപ്പം എന്നാൽ അത്രേ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.